കൊല്ലം ഈ ഭൂമിയിൽ ഒരു ഭരണമാണ്. അന്ന് അനർത്ഥവും ദോഷവും ഒന്നുമില്ല, അടിപിടിയില്ല, കത്തിക്കുത്തില്ല, അപവാദങ്ങളൊന്നുമില്ല, ആക്ഷേപങ്ങളില്ല, പാരയില്ല, ടോർപ്പിടോ ഇല്ല, പാട്ടുകാരൻ പല വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരവാശേഷം ഇല്ല, ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരും ഇല്ല, ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരില്ല, ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരും ഇല്ല, നാസിസമില്ല, പാസിസമില്ല, എത്തിസമില്ല, പാന്തിസമില്ല, കമ്മ്യൂണിസമില്ല, ലീഗലിസമില്ല, മോഡേണിസമില്ല, കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസം ഓരീസോ ഇല്ല, ഒരു വിശ്വാസവും ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പീര ഇടുമെന്ന് പറഞ്ഞല്ലോ. വേട്ടമല്ല പണ്ടൊരു പാട്ട് പാടി, ഇസങ്ങളി പാരില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ, ഇസങ്ങളി പാരില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ, ഇസങ്ങളി പാരില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ, അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല, അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല, ഏവരും സ്വൈര്യമായി വാഴുന്നതാലമി ശാലമിൻ അനുഭവമാണ്, ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമി ശാലമിൻ അപ്പൊ യാതൊരു അക്രമങ്ങളും അനീതികളും ഒരു പ്രശ്നവും ഇല്ല. 1000 ആണ്ട് വാഴ്ച, 1000 ആണ്ട് വാഴ്ച ഒരു പ്രശ്നവും ഇല്ല. അതിനെ പ്രശ്നമൊന്നും ഇല്ലാത്ത അമ്മ പറയാമേ, അമ്മ ഓർക്കും ദയ്യമേ ഗ്രഹപ്പഴയ്ക്ക് ഫ്രണ്ട് കയറി, അല്ല എൻ്റെ അമ്മയുടെ അമ്മ പോലെ അങ്ങ് കരുതുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. സ്തോത്രം. 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ യാതൊരു ദോഷവും ഇല്ലെന്ന്. കാരണം മോള് പറ, ശൂശു ഒന്ന് വെക്കാതെ ഉറക്കം പറ. അതാ മിടുക്കി. എത്രയില്ല പഠിക്കുന്നത്? കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അതാ അതിൻ്റെ ആൻസർ. ഈ നാശക്കൊള്ളിയല്ല ഒപ്പിക്കുന്നവനെ പിടിച്ച് ബന്ധിച്ച് വെച്ചേക്കുക. 1000 ആണ്ടേക്ക് അനങ്ങി പോകരുതെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ നല്ല ഭരണമാണ്. പിന്നെയും പാട്ട് വരുന്നു. അല്ല, ഈ പാട്ടിനകത്തെല്ലാം മെസ്സേജാണ്. അത് ബോധമുള്ളവർക്കറിയാം. വാളുകുന്തങ്ങൾക്കില്ല വശം, കോഴുകളാക്കി ചാലു പോക്കാനാകുമായവ. 1000 ആണ്ട് വാഴ്ചയല്ല. ആ വാളുകുന്തങ്ങൾക്കില്ല വശം, കോഴുകളാക്കി ചാലു പോക്കാനാകുമായവ. 4 ദിക്കും സമാധാനം ചാലവേ പാരം നിരിക്കും, 4 ദിക്കും സമാധാനം ചാലവേ വാളടുക്കയില്ലാരുമേ ചേലുകടില്ലൊന്നിനുമേ, വാളടുക്കയില്ലാരുമേ ചേലുകടില്ലൊന്നിനുമേ. മോദമാതി മോദം മോദം ഹേ വാഴ്ത്തകാലം സാദരമാണ്. ഓ മോദം ആദി മോദം മോദം ഹേ വാഴ്ത്തകാലം സാദരം. അവ ചുരുക്കി പറഞ്ഞ 1000 ആണ്ട് വാഴ്ചയിൽ മറ്റ് പ്രശ്നകലുഷിതമായ യാതൊരു ക്രമക്കേടുമില്ല. ആ 1000 ആണ്ട് വാഴ്ചയെ പറ്റിയും ആത്മാവിൽ കണ്ട് പ്രവചിച്ച ആളാണ് യെശയ്യാ പ്രവാചകൻ. ചുരുക്കി പറഞ്ഞാൽ നിത്യത, ആ കാര്യവും യെശയ്യാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുത്തെ തിരുജനനം, അവിടുത്തെ ഭക്ഷണക്രമം, അവിടുത്തെ യാത്ര,
അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ ശുശ്രൂഷയുടെ വിധങ്ങൾ, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം ചെയ്തത്, തിരിച്ചുള്ള വരവ്, അവൻ 1000 ആണ്ട് വാഴ്ച എന്ന് വേണ്ട മുഴുവൻ അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ടാണ് വേദപണ്ഡിതാക്കൾ ഇദ്ദേഹത്തിന് സുവിശേഷ പ്രവാചകൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. ഏത് മനുഷ്യനെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു മാത്രം. അതെ, ഞാൻ അധികം വിവരിക്കുന്നില്ല, സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. പാട്ടിന്റെ ശീല് പാടുമ്പോൾ ഓരോരുത്തർ പോകുന്നതായിട്ടും കാണുന്നു. അതിനാ പാട്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി വായിച്ച തിരുവചനത്തിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം. അങ്ങനെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു വന്ന് 59-ാം അധ്യായത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ഒരല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുക. കൃത്യം 10 മണിക്ക് യോഗം നിർത്തും, അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 2 മിനിറ്റ് മുമ്പേ നിർത്താനായിരിക്കും സാധ്യത. അപ്പം ഇടയ്ക്ക് പാട്ട് പാടും, അന്നേരം അത്യാവശ്യമുള്ളവർ പൊക്കോണം. അപ്പോൾ എനിക്ക് മനസ്സിലാകും അത്യാവശ്യക്കാരനാണ് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ സഹകരിച്ചോണം. ഇച്ചിരി നേരത്തെ നിർത്താൻ നോക്കാം, നടത്തിപ്പുകാരി അനുസരിക്കണമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവിന്റെ കൈ നമുക്ക് അനുകൂലമാകണമെന്ന്. അനുകൂലമാകണം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം ദൈവമക്കൾക്ക് പരിചിതമായ ഒരു അധ്യായമാണ്. സാധാരണ ഉപവാസ പ്രാർത്ഥനകളിലെല്ലാം അതിൽ നിന്ന് 2 വാക്യം ഉരുവിടുകയും ഒക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു വാക്യം എടുത്ത് ഇപ്പൊ അങ്ങനെ ഇന്നാളൊരുത്തം പറഞ്ഞ് പ്രസംഗിക്കുന്നല്ല പറഞ്ഞ് പാസ്റ്റ് 58 ഒരു കീച്ച് കീച്ചാൻ, ശുശ്രൂഷിക്കാനല്ല പറഞ്ഞ് പാസ്റ്റ് 58 എടുത്ത് ഒരു കീച്ച്. പിള്ളേരുടെ ഭാഷയാണ് അത്, ശുശ്രൂഷയ്ക്ക് കൊള്ളുകയല്ലേ. അപ്പൊ എന്തായാലും ഈ ഉപവാസ പ്രാർത്ഥനകളിൽ 58-ാം അധ്യായം യെശയ്യാവ് അതിലെ വാക്യങ്ങൾ ഉരുവിടാറുണ്ട്, ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവദാസന്മാർ അതിൽ നിന്ന് ശുശ്രൂഷിക്കാറുണ്ട്. കാരണം വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും 58-ലുണ്ട്. വിവരിക്കുന്നതിന് നമ്മുടെ വിഷയമല്ല. വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും. അന്യായ ബന്ധനങ്ങളെ അടിച്ച്, നുഖത്തിന്റെ അമിക്കീറുകളെ തകർത്ത്, പീഡിതരെ സ്വതന്ത്രരായിട്ട് വിട്ടയച്ച്, വിശക്കുന്നവന് ആഹാരം അപ്പം നുറുക്കി കൊടുക്കണം, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം. ഇങ്ങനെയൊക്കെ ക്രമീകരണമായ നിലയിൽ ചെയ്താൽ അവൻ നിന്റെ കേട് പോക്കുന്നവനെന്ന പേരും തരും, നിന്റെ അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കും, നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് നടക്കും, നിനക്കൊരു ദോഷവും വരികയല്ല. കടത്തി പറയാം, നിന്റെ സന്തതിക്കും ദോഷം വരികയല്ല. അതാണ് 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം. അങ്ങനെ 58-ൽ ഉപവാസത്തിന്റെ വ്യവസ്ഥ പറഞ്ഞ 59-ന്റെ പ്രാരംഭത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇനി എന്റെ ശൈലി പറയുക, കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ജാഗരിക്കുന്ന ദൈവമക്കളോട് പറയുക, 58-ലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നീ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, ആണ്ടുകളിൽ ഒരു വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. നിന്റെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ കടത്തി പറയാം, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വ്യവസ്ഥ പ്രകാരം നിലനിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക, നീ പ്രാർത്ഥിക്കുന്ന, നിന്നെ രക്ഷിച്ച് നിനക്ക് വേണ്ടി ജീവനെ തന്ന് രക്തം ചിന്തി വീണ്ടെടുത്ത ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി അദൃശ്യനാകുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇവിടെ വ്യാപരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ കൈ നമുക്ക് കാണാനൊക്കത്തില്ല, ഒന്നും കാണാനൊക്കുകയല്ല. ദൈവത്തെ ഒന്നും ആരും കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടാൽ ഇവനോട് ഇരിക്കാനൊക്കുകയല്ലോ. സ്തോത്രം. പക്ഷെ ഞാൻ ഇന്നാളെ ദൈവത്തെ കണ്ടു, അങ്ങനെ ആരേലും ഉണ്ടെന്ന് എഴുന്നേറ്റ് നിൽക്കും. ഏതാണ്? ദൈവത്തെ ഒന്നും ആരും കണ്ടിട്ടില്ല, ഇതാ ദൈവം എന്നും പറഞ്ഞ് വരച്ചൊന്നും വെച്ചേക്കുകയും ചെയ്യരുത്. സ്തോത്രം. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. സ്തോത്രം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അവിടുത്തെ നമ്മൾ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം.
സകല ലോകങ്ങൾക്കും അധികാരണമിവൻ. ദൈവം സകല ലോകങ്ങൾക്കും അധികാരണമിവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ. സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. അതാ ദൈവം. അതിന്റെ മുകളിൽ 4 വരിയുണ്ട്, സാറ് കൊടുത്തിരിക്കുന്നതാ. യാതൊരു കാലത്തെയാണ് അതിയായി നിർദ്ദേശിപ്പതിന് ആയതിനറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നേ. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ഭൂതം നമ്മൾ ഉദ്ദേശിക്കുന്ന പഞ്ചഭൂതമാണ്, അല്ലാതെ വിഷായിന്റെ കാര്യമല്ല. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ. സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. അതാ ദൈവം. സ്തോത്രം, സ്തോത്രം. എനിക്കതൊക്കെ അങ്ങ് ചൊല്ലി പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾ പറയും എല്ലാം ബന്ധനങ്ങളാ. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. എന്തായാലും കൊള്ളാം. സർവജ്ഞനായ ദൈവം, നിത്യനായ ദൈവം, ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതെ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചെറിയൊരു ചിന്താ വിഷയം, ദൈവത്തിന്റെ കൈ വന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ എന്തൊക്കെ നടക്കും. ഇന്ന് രാത്രി അദൃശ്യനാകുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇവിടെ വെളിപ്പെടണം. പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ചെങ്കടൽ തീരത്ത് വന്ന് ഇസ്രായേൽ മക്കൾ നിൽക്കുക. മുൻപ് ചെങ്കടൽ, പുറകിൽ വലിയ സൈന്യം. ഇസ്രായേൽ മക്കള് ഫറവോന്റെ രഥത്തിന്റെ കൊടിക്കൂറ കണ്ട് പേടിച്ച് ഫറവോൻ അടുത്ത് വരിക. 600 സെലക്റ്റഡ് ഇരുമ്പരഥങ്ങളും പിന്നെ അസംഖ്യം, അതെല്ലാം കൂടായിട്ട് പാഞ്ഞു വരുന്ന കാഴ്ച കണ്ട് ഇവർ പേടിച്ച്. ഇരുവശവും പർവ്വതം, മുൻപിൽ ചെങ്കടൽ. ആകെ പ്രയാസപ്പെട്ട് ജനമെല്ലാം കൂടെ പിറുപിറുക്കുകയും നിലവിളിക്കുകയും. അപ്പൊ മോശയാകെ പ്രയാസപ്പെട്ട തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ അവരോട് മിണ്ടാതിരിക്കാൻ പറ. ഈ വിശ്വാസവും പ്രത്യാശയില്ലാത്തവനെല്ലാം ചുമ്മാ എഴുന്നേറ്റ് ആവശ്യമില്ലാത്തതൊന്നും പറയട്ടെ, മിണ്ടാതിരിക്കുക. തമ്പുരാനൊരു പരിപാടി പറഞ്ഞു. നിങ്ങൾക്കറിയാം, നിന്റെ കയ്യിൽ എന്തുകൊണ്ട് വടിയെടുത്ത് ചെങ്കടൽ നീട്ടാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് ചെങ്കടൽ. ഞാനെപ്പോഴും പ്രസംഗിച്ചും പറയും, ഈ വിശ്വാസമില്ലാത്തവനും പ്രത്യാശയില്ലാത്തവനും ദൈവത്തെ അനുഭവിക്കാത്തവനും രുചിക്കാത്തവൻ മോശ, എൻ്റെ ഭാഷയാണ്, മോശ വടിയെടുത്ത് നീട്ടുമ്പം വിശ്വാസമില്ലാത്തവൻ സഭയിലുണ്ട് പറയും, ഇയാൾ ഈ വ്യാജ് പിടിക്കാൻ വരുമ്പം ഉണക്കക്കമ്പുമായിട്ട് ഇങ്ങനെ. നമ്മുടെ കമ്മിറ്റിക്കാർ വല്ലവരുണ്ട് പറയും, എടേ ആ കമ്പെടുത്ത് അയാളുടെ തലക്കിട്ടൊന്ന്. മനുഷ്യനെല്ലാം ജാകാൻ പോവുക, മുൻപ് ചെങ്കടലും ജാജ് പുറകെ വരും. അന്നേരം ഇയാൾ കമ്പ് ഉണക്കക്കമ്പുമായിട്ട് സൂക്ഷം. നമ്മൾ വല്ലവരുണ്ടായിരുന്ന കമ്പെടുത്തായിട്ട് തലയടിച്ച് നിങ്ങൾ അപ്പുറം ചെയ്യും. ആ നോട്ടം ഇരുമ്പ് കാണുമ്പോൾ അറിയാം. പക്ഷെ മോശ ദൈവം പറഞ്ഞതുപോലെ വടിയെടുത്ത് ചെങ്കടലുമേൽ നീട്ടി. ദൈവം തമ്പുരാൻ അന്ന് രാത്രി കാറ്റടിപ്പിച്ചു. ഈ സംഭവത്തെ പറ്റി നിങ്ങൾക്കറിയാം, യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് 63-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുക, മോശയുടെ വലങ്കയ്ക്ക് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം അങ്ങോട്ട് വെളിപ്പെട്ടു. അങ്ങനെ 63:12 വായിച്ചു. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. മതി. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. അവൻ വിശ്വാസമില്ലാത്തവൻ നോക്കുമ്പോൾ ഒരു വല്യപ്പൻ ഉണക്കക്കമ്പം പിടിച്ചോണ്ട് നിൽക്കുക. പക്ഷേ വിശ്വാസമുള്ളവൻ, ദൈവത്തെ ഭജിക്കുന്നവൻ നോക്കുമ്പോൾ വല്യപ്പൻ ഉണക്കക്കമ്പ് പിടിച്ച് നിൽക്കുന്നെങ്കിൽ അതിന്റെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നീ ഒറ്റയ്ക്കായിരിക്കും നിന്റെ വീട്ടിൽ കൈപൊക്കി പ്രാർത്ഥിക്കുന്നത്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 2-3 പേരെ ഉള്ളായിരിക്കും കരമുയർത്തി പ്രാർത്ഥിക്കാൻ മതി. ആ 2-3 പേരുടെ കരത്തിന് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. ദേശം വിടിവിക്കപ്പെടുവാൻ അവിടെ ഇടങ്ങളിലിരുന്ന് 1-2 പേര് കരമുയർത്തി ജാഗരിക്കും. നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ കരത്തിന് മീതെ യഹോവ
യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. നീട്ടിയ തൃക്കരത്താലും പരിചു താൽമശക്തിയാലും നീട്ടിയ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന മാതാക്കളോടും പിതാക്കന്മാരോടും സഹോദരി സഹോദരന്മാരോട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവദാസൻ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രി വചനത്തിന് ഉറപ്പിക്കാം, നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, 1-2 ദിവസമായിട്ട് കഫത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആവിയൊക്കെ പിടിച്ച് അതിന്റെ പരുവത്തിനാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവിന്റെ കൈ നമുക്ക് അനുകൂലമാകണമെന്ന്. ആർക്കും താല്പര്യമില്ല കർത്താവിന്റെ കൈ പ്രതികൂലമാകാൻ. പ്രവാസ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുന്ന പ്രിയപ്പെട്ടവർ പറയുന്നൊരു പദമുണ്ട്. എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവർ പറയുന്ന അഹമാറ്റിൻ്റെ അരികത്ത് വെച്ച് ഉപവാസമൊക്കെ പ്രസിദ്ധം ചെയ്തപ്പോൾ അവർ പറയുന്നൊരു പദമുണ്ട്. വായിച്ച 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗം വിശേഷമായിട്ട് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. 8-21. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനു വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാറ്റിനരികത്ത് വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അടുത്ത വാക്യം. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും. ഇതാണ് കരത്തിന്റെ വിശേഷത. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കെല്ലാം ഈ കൈ അനുകൂലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്ക്, ദൈവത്തെ ഭജിക്ക്, ദൈവത്തെ ആരാധിക്ക്, ദൈവസന്നിധി സമർപ്പിക്ക്. അവൻ സത്യദൈവവും നിത്യദൈവവും ഏകദൈവവും സാക്ഷാൽ ദൈവമാകുന്ന യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ സമർപ്പിക്ക്. അവിടുത്തെ കൈ നിനക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരെന്നാ? അതൊരു ചോദ്യചിഹ്നമിട്ട ആരുമില്ല. പ്രതികൂലം ദൈവം അനുകൂലമാണ്. അപ്പോൾ അന്വേഷിക്കുന്ന ഏവർക്കും അവിടുത്തെ കരം അനുകൂലമാണ്. എന്നാൽ അവിടുത്തെ ഉപേക്ഷിക്കുന്ന, ത്യജിക്കുന്ന, തള്ളിക്കളയുന്നവർക്ക് ഈ കൈ പ്രതികൂലമായിട്ട് വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കും ഈ കരം പ്രതികൂലമാകരുത്. ഇവിടെ കൂടപ്പെട്ടവർക്കും കേൾക്കുന്നവർക്കെല്ലാം അവിടുത്തെ തിരുക്കരം അനുകൂലമായിട്ടിരിക്കട്ടെ. എന്താ അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത? ആ പ്രത്യേകതയെ പറ്റി അലങ്കാര ഭാഷയിലെ ഉപമകളും ഉപമാനങ്ങളും ഒക്കെ ആയിട്ടാ ഉത്തമഗീതത്തിലെ പല വാക്യങ്ങൾ. അതങ്ങനെ വ്യാഖ്യാനിച്ച് പഠിക്കുന്നതാ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണന വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാന ശാസ്ത്രം ആ വിധത്തിലാ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടുത്തെ കരത്തിന്റെ വിശേഷതയെ പറ്റി ഒരു പ്രയോഗമുണ്ട്. വായിച്ചേ. നിങ്ങൾ ആരെയും ചടികടാന്ന് വാക്യം വന്ന് വായിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അച്ചായൻ അവിടെ വെളിച്ചത്തിന്റെ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. 5-14 വലത്ത് വശത്ത് മേളിലാമേ. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. മതി. ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം ആമൻ ഒറ്റപ്പാക്കിൽ പറഞ്ഞാൽ ഇടയച്ചെറുക്കനാകുന്ന, പ്രേമസ്വരൂപനാകുന്ന, മണവാളനാകുന്ന ഇടയച്ചെറുക്കനാകുന്ന ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. അത് യേശുക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. 5-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിച്ചേ. അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. വായിച്ചേ. അമ്മാമയ്ക്ക് ആ മൈക്കൊന്ന് ചായച്ചു കൊടുത്തേര്.
ശിരസെ അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. നമ്മുടെ ആള് തന്നെയല്ലേ? അല്ല, ഇടയ്ക്കിടയ്ക്ക് മൈക്ക് നിന്ന് മുട്ടുന്നു. വേറെ വല്ല തള്ളയാന്ന്. വായിച്ചോ. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും മതി എന്റെ പൊന്നച്ചോ, മതി. എന്നാലും വായിച്ചു തന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. അപ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ ഇടയച്ചെറുക്കനാകുന്ന യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. എന്ന് പറഞ്ഞാൽ തലമുടി മുതല്, എന്റെ ഭാഷ പറഞ്ഞ നഖം വരെ അങ്ങോട്ട് വർണ്ണിക്കാൻ കൊള്ളാവുന്നവനായ യേശു. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള വേറൊരുത്തൻ ഇല്ല, ഉണ്ടായിട്ടുമില്ല, ഇനി എങ്ങും ഉണ്ടാകുകയില്ല. സ്തോത്രം. നല്ല ലക്ഷണമൊത്തവനാ ക്രിസ്തു. TKS പാടിയ പാട്ടുണ്ടല്ലോ, ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലതുപോൽ തന്നവതാരം നിസ്തുലം, ഇന്നോളം ഒരാൾ വന്നില്ലതുപോൽ അന്നവതാരം അത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം, അത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം, ഇത്ര പ്രകാരയുക്തവനാകും ഒരുത്തനെ ഉലകിൽ കാണുന്നു, ഇത്ര പ്രകാരയുക്തവനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. കല്ലേശം കാണുന്നില്ല മനുജനിലം ഉറജയുതാൻ, കല്ലേശം കാണുന്നില്ല മനുജനിലം ഉറജയുതാൻ, മരണമതി വിധിയനുജനവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം, മരണമതി വിധിയനുജനവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ ശ്രേഷ്ഠനായ, യോഗ്യനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപവേശാത്ത പരമവിശുദ്ധൻ വേറെ ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. അവൻ TKS വേറൊരു പാട്ടി പറഞ്ഞിട്ടുണ്ട്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. അവനെ ശരണമാക്കിയാലാണ് നമ്മുടെ ഭാഗ്യം. നീ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതാ നിന്റെ ഭാഗ്യം. നീ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ നിന്റെ ഭാഗ്യം. ക്രിസ്തു ഈ ഭവനത്തിന്റെ നായകനായതാ നിന്റെ കുടുംബത്തിന്റെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ശ്രേഷ്ഠൻ. അത് സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ട് അധികം നിൽക്കുന്നില്ല. അപ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ആ ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാ. 10-ാം വാക്യം മുതൽ. അമ്മാമേ 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. എന്റെ പ്രിയൻ മെന്മയും ചുമപ്പുമുള്ളവൻ. ഒരു കാര്യം ഏതല്ല അമ്മാമയല്ലേ വായിക്കുന്ന, അമ്മയ്ക്ക് അതൊന്ന് ഉരിഞ്ഞെടുത്തേ, അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യ തള്ളയുടെ മോന്തൊക്കെ എങ്ങനെ കൊണ്ടെങ്കിൽ പിന്നെ ഊരിക്കോ വച്ചാ. അങ്ങനെ തന്നെ. എന്റെ പ്രിയൻ മെന്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ എന്ന് പറഞ്ഞ വെണ്മയും ചുമപ്പും കൂടെ ഇടകലർന്നാൽ അത് വർണ്ണിക്കാനൊന്നും ഒക്കത്തില്ല. ലോകത്തിൽ ഒരുത്തനും അവിടുത്തെ വർണ്ണിച്ചാൽ ഒക്കത്തില്ല. ഒരു നേവ് കൊണ്ടും വർണ്ണിച്ചാലും ശരിയാകത്തില്ല. ഇതുപോലെ ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവനില്ല. എന്തായാലും നിങ്ങൾ രണ്ടും ഈ യോഗത്തിന് വന്നത് ഗുണമായി.
ഇല്ല, ഞാൻ കുഴഞ്ഞേനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടുപേരും അടുത്തടുത്ത് ഇരിക്കാനും ഒത്ത് അത് വായിക്കാനും ഒത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, ആ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ അങ്ങപ്രത്യങ്ക വർണ്ണനയാ. അങ്ങനെ വർണ്ണിച്ചു വരുമ്പോൾ അവിടുത്തെ തിരുക്കരത്തെ പറ്റിയുള്ള പദമാ 14-ാമത്തെ വാക്യം. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കൈകളിൽ നോക്കിയപ്പോൾ 2 ലോഹങ്ങൾ പതിച്ചിരിക്കുന്നു. ഒന്ന് ഗോമേതകം, 2 സ്വർണം. വേല പഠിതാക്കളിൽ ചിലര് പറയുന്നത് ഒരു കൈ ഗോമേതകവും മറ്റേ കൈ സ്വർണമാണ്. എല്ലായിടത്തും കണ്ണന ഉണ്ടല്ലോ. അപ്പം വേറെ ആൾക്കാർ കണ്ണിച്ചത് അങ്ങനല്ല. മുട്ടിന് കീപ്പോട്ട് ഗോമേതകോ, മുട്ടിന് മേപ്പോട്ട് സ്വർണം. നമ്മളിപ്പോ കണ്ണിക്കുകയും തർക്കിക്കുകയും വേണ്ടി എന്തായാലും അവിടുത്തെ കരത്തിൽ 2 ലോഹങ്ങളാണ്. ഒന്ന് ഗോമേതകം, 2 സ്വർണം. ഈ 2 ലോഹങ്ങൾ ഞാൻ വേറെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്. ഈ 2 ലോഹങ്ങൾ വേറെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ 2 വിഷയത്തെ കാണിക്കുന്നത്. സ്വർണവും ഗോമേതകവും. അതിൽ സ്വർണം രാജത്വത്തെ കാണിക്കുക. സ്വർണം നിങ്ങൾക്ക് പലർക്കും അറിയാം, രാജത്വം. അതാണല്ലോ അവിടുത്തെ തിരുപ്പറവിയുടെ സമയത്ത് കിഴക്കിന്ന് അല്ല വിദ്വാന്മാര് വന്നപ്പോൾ കൊണ്ടുവച്ച് കാഴ്ചവെച്ച 3 കാഴ്ച വസ്തുക്കളാ. എന്തോ മോനെ എന്തോ അവിടെ കൊണ്ടുവച്ച് എടേ യേശു മരിച്ചപ്പോൾ അവിടെ ജനിച്ചപ്പം അവിടെ കൊണ്ട് വിദ്വാന്മാർ കൊണ്ട് 3 സാധനങ്ങൾ അവനോടല്ലേ ചോദിച്ചു. അമ്മ ഉറക്കെ പറഞ്ഞു. പൊന്ന്, മൂര്, കുന്തിരിക്കം. പണ്ട് പേരൊന്നും ഞാൻ പറഞ്ഞില്ല. പണ്ടൊരു ഉപദേശി പുള്ളി വ്യാഖ്യാനിച്ചതാ. നമ്മളുമൊക്കെ തെറ്റുന്നുണ്ട്, ഒത്തിരി മിക്കതും തെറ്റാ. പിന്നെ പോഷത്വം കൊണ്ട് അങ്ങ് ദൈവം അത്ഭുതം ചെയ്യുന്നതാണ്. പണ്ട് ഒരു ഉപദേശി പറഞ്ഞു പോലും ഈ 3 കാര്യം കൊണ്ട് കാഴ്ച വെച്ചത് പൊന്ന്, മൂര്, കുന്തിരിക്കം. പൊന്ന് ഈ ഔസേപ്പ് പിതാവ് ഈ അമ്മയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയും വലിയ ബത്തപ്പാടല്ലേ, പ്രസവമൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ ഒത്തിരി ചിലവുണ്ട്. അതിന് ആ പൊന്ന് കൊണ്ട് വെച്ചത് പണയം വെക്കോ വിൽക്കോ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം നടത്തണ്ട. പിന്നെ മൂര്, അത് പ്രസവ രക്ഷ. പണ്ട് അങ്ങനെയാണല്ലോ, അമ്മമാരൊക്കെ ചെയ്യുമല്ലോ. അപ്പം ലേഖ്യോ അരിഷ്ടമൊക്കെ കൊടുക്കും, അങ്ങാടിപ്പൊടിയൊക്കെ കൊടുക്കും. ഞങ്ങളുടെ വല്യമ്മച്ചിയൊക്കെ പറഞ്ഞ് കേട്ടുണ്ട്. ചൂടിയോറിനകത്ത് മഞ്ഞപ്പൊടി മെതറി ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് കൊടുക്കുകയുള്ളൂ, വെള്ളം പോലും കൊടുക്കുകയല്ല. അത് പ്രസവരക്ഷയ്ക്കായിരുന്നു മൂര് കൊണ്ട് കൊടുത്തണ. പിന്നെ കുന്തിരിക്കം, അത് ഈ കന്നാലിക്കൂട്ടിലെ പ്രസവം കിടപ്പായതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം കണ്ടമാനം ഉണ്ടായിരുന്നു. അതിന് കുന്തിരിക്കം എല്ലാം പുകച്ച് പുള്ളിയുടെ വ്യാഖ്യാനമാണ്. അത് നമുക്ക് അങ്ങ് വിട്ടൊക്കെ. എന്നാലും ഈ പൊന്ന്, മൂര്, കുന്തിരിക്കം, അവിടുന്ന് രാജാവാണ്, അവിടുന്ന് പ്രവാചകനാണ്, അവിടുന്ന് പുരോഹിതനാണ്. അപ്പോൾ പൊന്ന് കൊണ്ട് വെച്ചതിന്റെ കാര്യം അവിടുന്ന് രാജാതി രാജാവാണ്. ഒന്ന് മകർന്നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന്, മൂര്, കുന്തിരിക്കം കാഴ്ചവച്ചു. ഒന്നു മകർന്നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന്, മൂര്, കുന്തിരിക്കം കാഴ്ചവച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ സന്നമിച്ചു ഘോഷിക്കുന്നിതാ നിജംഗമായി സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. പാത്രമായ ലോകം ആകെയും ധരിപ്പതിനാൻ കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. കർത്താവിന് മകനെ കൊടുക്ക. അവിടുന്ന് രാജാതി രാജാവാ. അപ്പൊ ആ വ്യാഖ്യാനം 2 ലോഹങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പീര ഇടുമ്പോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ശ്രദ്ധിച്ചേ, പൊന്ന് അവിടുത്തെ രാജ്യത്വത്തെ കാണിക്കുന്നതാ. ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ പൊന്ന് അനുഗ്രഹത്തെ കാണിക്കുന്നതാ, അത് വിടുതലിനെ കാണിക്കുന്നതാ. 2 ലോകങ്ങൾ പതിച്ചിരിക്കുന്നു. ഒന്ന് പൊന്ന്, 2 ഗോമേതകം. ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചാൽ ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാ.
കാരണം ലേവ്യ പുസ്തകവും പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ആ ക്രമപ്രകാരം നിൽക്കുന്ന പുരോഹിതൻ മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിൽ 12 കല്ലുകളുണ്ട്. അതിലൊരു കല്ലാണ് ഗോമേതകം. ആ 12 കല്ലും 12 ഗോത്രങ്ങളെ വഹിക്കുന്നു. അതിലൊരു കല്ലാണ് ഗോമേതക കല്ല്. ആ ഗോമേതകം ദാൻ ഗോത്രത്തിന് നിഴലാണ്. ദാൻ ഗോത്രത്തെ പറ്റി പഠിക്കുമ്പോൾ അത് ന്യായവതിയെ കാണിക്കുന്നു. അതാണല്ലോ ഗോത്രപിതാവാകുന്ന യാക്കോബ് മരണവക്കത്രത്തിൽ അകപ്പെട്ട സമയത്ത് മരിക്കുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിളിച്ചുകൂട്ടി ഭാവികാലം സംബന്ധിച്ച് പ്രവചനാത്മാവ് ദൂത് പറയുമ്പോൾ പറയുന്ന പദമുണ്ട്. ആ പദം ഇങ്ങനെ: ദാൻ വടികളൊരു പാമ്പും അവൻ പേറുകളൊരു സർപ്പം, അവൻ കുതിരയുടെ കുതികാലിൽ കയറി കടിക്കും, കുതിരപ്പുറത്തിരിക്കുന്നവൻ മലർന്ന് താഴെയും കിടക്കുമെന്ന്. അപ്പൊ ചുരുക്കി കുതിരപ്പുറത്തിരിക്കുന്നവൻ താഴെ പോവേ. വായിച്ച ഞാൻ പുസ്തകത്തിൽ നിന്നാ വായിച്ച മാമെ കൊണ്ട് വായിപ്പിക്കും. 49:17 ഉൽപ്പത്തി എടുക്കമ്മേ. പിന്നെ പെട്ടെന്ന് വായി. അത് തന്നെ, ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. വായിച്ചോ. അവൻ കുതിരയുടെ കുതികാൽ കുടിക്കും, അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും, പുറത്ത് കയറിയവൻ മലർന്നു വീഴും. കുതിരപ്പുറത്തിരിക്കുന്നവൻ മലർന്നു വീഴും. അന്നേരം കുതിരപ്പുറത്തിരിക്കുന്ന പുള്ളിയോട് അയാൾ മലർന്ന് വീഴാൻ കഴിക്കുക. അങ്ങനല്ലേ അച്ഛ? ഒന്നോട് വായിച്ച ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരരുത്. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പമാ. അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും, പുറത്ത് കയറിയവൻ മലർന്നു വീഴും. കുതിരപ്പുറത്തിരിക്കുന്ന പുള്ളി മലർന്നു വീഴും. അതുകൊണ്ട് ദോഷം ഒന്നും ഒപ്പിച്ച് വെക്കരുത്. എന്തായാലും കൊള്ളാം, ദാൻ ഗോത്രം ന്യായവതിക്ക് നിഴലായിട്ട് നിൽക്കുക. അപ്പോൾ ദാൻ ഗോത്രത്തിന് വഹിക്കുന്നതാണ് ഗോമേതക കല്ല്. ആ ഗോമേതകം അഹരോന്റെ മാർപ്പതക്കത്തിലിരിക്കുക. അപ്പോൾ ഗോമേതക ന്യായവതിയെ കാണിക്കുന്നു, സ്വർണം രാജത്വത്തെ കാണിക്കുന്നു. ഇന്ന് രാത്രി നമ്മോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ അവിടുത്തെ തിരുക്കരത്തിന്റെ പ്രത്യേകത ഗോമേതകവും സ്വർണവും ഉണ്ട്. ഇങ്ങനെ വ്യാഖ്യാനിച്ചു: അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷയോടും സുവിശേഷത്തോട് സുവിശേഷ പ്രസംഗത്തോട് സുവിശേഷത്തിന്റെ സത്യങ്ങളോട് മറുത്ത് മത്സരിക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഇത് ന്യായവതിയുടെ കരമായി വെളിപ്പെടരുത്. ഇന്ന് രാത്രിയിലും തുടർന്നുള്ള ദിനങ്ങളിലും ഇത് അനുഗ്രഹത്തിന്റെ കരമായി വെളിപ്പെടണം. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാ. രക്ഷിക്കപ്പെടുന്ന നിനക്ക് അനുഗ്രഹത്തിന്റെ കരമാ. സ്നാനപ്പെടുന്ന നിനക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാ. ആത്മസ്നാനം പ്രാപിക്കുന്ന നിനക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാ. വേർപാട് പാലിക്കുന്ന നിനക്ക് നിന്റെ കുടുംബത്തിനും ഈ കരം അനുഗ്രഹത്തിന്റെ കരമാ. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് അവിടുത്തെ തിരുക്കരം അനുഗ്രഹത്തിന്റെ കരമാ. എതിർക്കുന്ന മറുത്ത് മത്സരിക്കുന്നവന് ഈ കരം ന്യായവതിയുടെ കരമാണ്. തെളിവുകൾ ഒത്തിരി ഉണ്ട്. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ ദീർഘവർഷങ്ങൾ അടിമകളായി ഒടുവിൽ ഇവരെ പുറപ്പെടുവിക്കുക മോശയുടെ നേതൃത്വത്തിൽ. മോശ ഫറവോനോട് ചെന്ന് ജനത്തെ വിട്ടുതരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താ? ഇങ്ങനെ വിടുകയല്ല, ഇങ്ങനെ ഓരോ ഒഴികടവ് പറയുക, ദൂരോട്ടൊന്നും പോകരുത്. പിന്നെ പെണ്ണുങ്ങളെ ആരെയും കൊണ്ടുപോകരുത്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ യോഗത്തിന് പെണ്ണുങ്ങളില്ലെങ്കിൽ ഒരു സ്തോത്രം പറയാനും ഗ്ലോറി ഒന്ന് ഇളകാനും ഒക്കെ ഇതുങ്ങളുണ്ടേലേ. പിന്നെ തൂങ്ങിയിരിക്കുന്ന അമ്മാമ എന്തെങ്കിലും ഗ്ലോറി എന്ന് പറയുമ്പം നിങ്ങളില്ലാത്തൊരു യോഗമല്ല. പിന്നെ ഭക്തരുടെ യോഗം ശക്തിയേറും ദൈവത്തിൽ കുടുംബം. ഭക്തരുടെ യോഗം ശക്തിയേറും ദൈവത്തിൽ